സൗണ്ട് ജെസി മലപ്പുറത്തിനെ ഒരു വെബിനാർ ട്രെയിനിങ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സങ്കടകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങുന്നത് എങ്കിലും കൂടിയിട്ട് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. അതിനെല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിയത് നമ്മുടെ ലോമിലെ ഒരു മെമ്പർ കൂടിയായ ഗോപിജിയാണ്. ഗോപിജിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷൻ സ്പെഡ്സ് ലീഡർ ദീപേഷ് സാറാണ്. ദീപേഷ് സാറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി ജെസി PPP അബ്ദുൽ സലാം സാറിന്റെ സ്വന്തം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ JC മെമ്പേഴ്സിനെയും നോൺ JC മെമ്പേഴ്സിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഇനോഗ്രേഷന് വേണ്ടി ദീപേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, the vibrant president of JCI Malappuram, JC Samir Nayyar, for the wonderful opportunity to meet the members of JCI Malappuram and all the members from all over zone. I think there are many non-JCI members also participating in this training seminar. So first of all, congratulations. കാരണം നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് കൊറോണ വൈറസ് COVID-19 എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി. പക്ഷെ ഇത് വരുന്നതിന് മുമ്പും നമ്മളൊക്കെ ജീവിതത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ COVID-19 കൊറോണയെ കുറിച്ച് മാത്രമാണ്. സ്വാഭാവികമായിട്ട് നാളെ ഇത് അവസാനിച്ചു കഴിഞ്ഞാലും മറ്റ് പല പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇനിയും വരാൻ സാധ്യതയുണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈ ഒരു അവസരങ്ങൾ നമുക്ക് മുതലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രതിസന്ധികളെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ നാം കാണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, JCI ഇന്ത്യ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ട്രെയിനിങ് സെമിനാറുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. 7ഓളം ട്രെയിനിങ്ങൾ JCI ഇന്ത്യയുടെ ഭാഗത്ത് 7ഓളം ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സോണിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഏരിയയിൽ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന JCI മലപ്പുറം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി വന്നതിലുള്ള സന്തോഷം. കാരണം ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് അവസരമാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നാം മുന്നോട്ട് വെക്കുന്ന ആശയം. അങ്ങനെ മുന്നോട്ട് വന്ന JCI മലപ്പുറത്തിന്റെ പ്രസിഡന്റ് JC സമീർ നെയ്യാറിനെയും അതുപോലെ തന്നെ സുബീഷ് ജി, സക്കീർ ഭായ്, മറ്റ് JCI മലപ്പുറത്തിന്റെ ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഗോപകുമാർ, JCI മലപ്പുറത്തിന്റെ മുഴുവൻ മെമ്പേഴ്സിനെയും ഹാർദമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനർ എന്ന് പറയുന്നത് നിരവധി പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ട് 2017 അദ്ദേഹം ഒരു സോൺ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഏകദേശം 1 മാസത്തിലധികം കാല് ഫ്രാക്ചർ ആയിട്ട് അദ്ദേഹം കിടപ്പിലായത്. പക്ഷേ അത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ ആ വർഷത്തിൽ നേരിട്ടുണ്ടായിരുന്നു. 2017 അവസാനിച്ച സമയത്ത് JCI ഇന്ത്യയിലെ ഏറ്റവും മികച്ച സോൺ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു വർഷം അവസാനിപ്പിച്ചത്. എങ്ങനെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ സലാം സാർ നമ്മളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഏതായാലും ഒരിക്കൽ കൂടെ ഇത്തരത്തിലുള്ള മഹത്തരമായ, കാരണം JCI മലപ്പുറത്തിന്റെ ഒരു പരിപാടിയിൽ എനിക്ക് നേരിട്ട് ഇതുവരെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ വർഷത്തിലെ ഒരു പരിപാടിയിൽ, അതൊരു വെബിനാറിലൂടെയാണ് എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ സന്തോഷം JCI മലപ്പുറത്തിന്റെ ഓരോ മെമ്പേഴ്സുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഒരു മികച്ച ട്രെയിനിങ് അനുഭവം ഇന്നിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Let us bridge the gap through spreading the smiles. Thank you so much. Disconnected. Subish ji. Hello. Yeah, Subish ji. Yes. കണ്ടിന്യൂ ചെയ്തോളൂ. നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? ട്രെയിനർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണോ? കണ്ടിന്യൂ ചെയ്തോളൂ. The faculty address the gathering. Sakir sir. Sakir sir. Hello. 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 Yes. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. This passionate trainer is from Palakkad, the most outstanding zone president of JCI India, Zone 21 in the year 2017. Served as the national coordinator for students wing of JCI India in 2018.
graduated as National Trainer of JCI India. Piloted Speechcraft and co-piloted ZDWS and LOTS. Delivered training for JCI World Congress delegates in 2018. Imparted more than 500 training in and out Kerala. Former President of Palakkad Trainers Forum, members of SIGI and Palakkad Management Association, CEO of Explorer Communication and Career Connect. Let me introduce today's faculty, our Fly Eye leader, JCI PPP Abdul Salam CP. Thank you. Shimir bhai, തുടങ്ങല്ലേ? So first of all, congratulations to JCI Malappuram for conducting such a wonderful program, webinar. JCI India തുടങ്ങിയപ്പോൾ ഒരുപാട് ചാപ്റ്ററുകൾ വന്നിരുന്നു. നമ്മുടെ സോണിൽ തന്നെ 2-3 ചാപ്റ്ററുകൾ തുടങ്ങി. അതോടൊപ്പം JCI മലപ്പുറവും ഇതുപോലെ തന്നെ പല മെമ്പർമാർക്കും അതുപോലെ തന്നെ മലപ്പുറത്തെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വെബിനാർ സംഘടിപ്പിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കൺഗ്രാജുലേഷൻസ് ടു എൻറ്റയർ ടീം ഓഫ് JCI മലപ്പുറം. പ്രസിഡന്റ് ഷമീർ ഭായ്, IPP ആൻഡ് സോൺ ഓഫീസർ ഷക്കീർ ഭായ്, സോൺ ഓഫീസർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് സുബീഷ് ജി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ ഈ ഒരു വെബ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഗോപുജി, അതേപോലെ തന്നെ ദ എനർജറ്റിക് ആൻഡ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്പർ സെക്രട്ടറി ബദ്രുദ്ദീൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. സോ കൺഗ്രാജുലേഷൻ വൺസ് അഗൈൻ ആൻഡ് താങ്ക് യു സോൺ പ്രസിഡന്റ് ദീപേഷ് ജി. ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എനിക്കറിയാം ഒരുപാട് വെബിനാറുകളും ഒരുപാട് തിരക്കുകളും ഉണ്ട്. അതിന്റെ ഇടയിൽ അതേപോലെ ബിസിനസ് തിരക്കുകളുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വന്ന ദീപേഷ് ജി, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു പേരിട്ടപ്പോ ഒരു ട്രെയിനിങ് നടത്തണം, വെബിനാർ നടത്തണം, അതിനൊരു പേര് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ സുബീഷ് ഞാനും കൂടി ആലോചിച്ചിട്ട് ഒരു പേരായിരുന്നു ലോക്കൗട്ട്. ഇതിനെപ്പറ്റി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് ഈ ലുക്കൗട്ട്, എന്താണ് ലോക്കൗട്ട് എന്നൊക്കെ. കാരണം ലോക്കൗട്ട് അല്ലല്ലോ, ലോക്ക്ഡൌൺ ആണല്ലോ. അതേപോലെ ലുക്കൗട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആളുകളെ കണ്ടെത്താത്ത ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലുക്കൗട്ട് നോട്ടീസ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വാക്കുകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. Let us see what is happening. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഗോപുജി, അതിന്റെ ഇടയ്ക്ക് ആരോ ഒരു ചോപ്പ് ലൈന് വരച്ചിട്ടുണ്ട്. അതൊന്ന് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? നോക്കൂ, പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കും. സ്റ്റേ അറ്റ് ഹോം, ഷെൽട്ടർ ഇൻ പ്ലേസ്, ക്വാറന്റൈൻ, ലോക്ക്ഡൌൺ, ഇങ്ങനെ കുറെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഇത് അതിപുരാതന കാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്ന കുറെ വാക്കുകളാണ്. യുദ്ധങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ കലഹങ്ങൾ വരുമ്പോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ഇതേപോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരുമ്പോ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളായിരുന്നു ഈ സ്റ്റേ അറ്റ് ഹോം, ഷെൽട്ടർ ഇൻ പ്ലേസ്, ക്വാറന്റൈൻ, ലോക്ക്ഡൌൺ എന്ന് പറയുന്നതൊക്കെ. ഈ വാക്കുകളൊക്കെ ഒന്നുകൂടി ഷെയർ ചെയ്യാവോ? ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഒരു തടവാണ്. ശരിക്കും തടവിലാക്കുക. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വീടുകളിലാണല്ലോ. പക്ഷെ ഇതിന്റെ ഒരു കാലാവധി കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുക എന്നാണ് പല തടവിന്റെ ഉദ്ദേശം. എല്ലാത്തിന്റെ അല്ലെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റേ അറ്റ് ഹോം ആയിക്കോട്ടെ, ക്വാറന്റൈൻ, ലോക്ക്ഡൌൺ, ഷെൽട്ടർ ഇൻ പ്ലേസിലൊക്കെ ആക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പീരീഡ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ് ഇറ്റ് എ ലോക്ക്ഡൌൺ ഓർ എ ക്വാളിറ്റി ടൈം ടു ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്? നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണോ, കുറച്ച് മണിക്കൂറുകളാണോ, അതോ നമ്മളൊക്കെ ശരിക്കും സങ്കടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ പരമാവധി സമയം കിടന്നുറങ്ങിക്കൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും ഒക്കെ സമയം തള്ളി നീക്കുന്ന രീതിയിലുള്ള ഒരു ലോക്ക്ഡൌൺ ആണോ?
This is my first question. You can answer in the chat box. Bobu chat enable ആണല്ലോ അല്ലേ? Enable ആണ് സർ. ഓക്കെ, ഓപ്ഷൻ എ ബി ഏത് വേണമെങ്കിലും ആക്കാം. അംജദ് പറയുന്നത് നോ എന്നാണ്. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഓക്കെ, good. I'm getting a lot of messages. That is true. Thank you. Agree with you. This is a quality time. നമ്മൾക്ക് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാനുള്ള, ശരിക്കും ചിന്തിക്കാനുള്ള, പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം ആണ് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ദ മീനിങ് ഓഫ് ലോക്ക്ഡൌൺ ടു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോക്ക്ഡൌണിന് വേറൊരു പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? എന്തെങ്കിലും you can type in the chat box. ഈ ലോക്ക്ഡൌൺ എന്നുള്ള പേര് മാറ്റി ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാളിറ്റി ടൈമിന് വേറെന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വെബിനാർ ഡേയ്സ്, ഷെജിൽ ഭായ്, റിഫ്രഷിംഗ് ലൈഫ് സ്റ്റൈൽ, ലുക്കപ്പ്, പ്രൈം ടൈം. യെസ്, ബാക്കിയുള്ളവർ നമുക്ക് ഏകദേശം 100ഓളം ആളുകളുണ്ട്. നിങ്ങൾക്ക് ലോക്ക്ഡൌൺ എന്നുള്ള ഈ ഒരു കാലാവധിയുടെ പേര് മാറ്റി വേറൊരു പേര് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലുള്ളത് മതി, ഒറിജിനൽ ആയിട്ടുള്ളത് മതി, ഫാബ്രിക്കേറ്റഡ് വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മതി. ഓക്കെ, salvation, refresh your mind, nest time for gratitude, preparation time, boosting your days, eye opener, custody. Amjad bhai, look done, cocoon, incubation. Just lot of messages we are getting. പലരും ആലോചിക്കായിരിക്കും എന്തായിരിക്കും ഈ ലോക്ക്ഡൌണിന് പകരം ഒരു മെസ്സേജ് എന്തായിരിക്കും, പേരെന്തായിരിക്കും എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. And I'm giving you one point that is called grounded. എന്താ ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, നമ്മൾ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് നമ്മൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമ്മൾക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിലയുറപ്പിക്കാൻ പറ്റണം. ആഴത്തിൽ വേരുകൾ ഊന്നിക്കൊണ്ടുള്ള ഒരു വൻ മരങ്ങളെ പോലെ ഏതൊക്കെ കൊടുങ്കാറ്റുകൾ വന്നു കഴിഞ്ഞാലും എന്ത് പേമാരി വന്നു കഴിഞ്ഞാലും കടപുഴകാത്ത രീതിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ആഴത്തിൽ വേരുകൾ ഇറക്കിക്കൊണ്ടുള്ള വൻ മരങ്ങളായിട്ട് മാറാൻ നമ്മൾക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് പറ്റണം. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. ആൻഡ് ഗ്രൗണ്ടഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ചെറിയ 1-2 പോയിന്റുകൾ പറയാം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഷിഫ്റ്റിംഗ് യുവർ ഇമോഷണൽ പാറ്റേൺ ഇസ് ദ കീ ടു ഷേപ്പിംഗ് യുവർ ഡിസിഷൻ, ആക്ഷൻ ആൻഡ് ലൈഫ്. നമ്മളെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ ചിന്തകളെ, നമ്മളെ പ്രതികരണങ്ങളെ ചെറുതായിട്ടൊന്ന് നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലും നമ്മുടെ പ്രവൃത്തിയിലും അതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അതിനുള്ള ഒരു താക്കോലാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മളെ ഇമോഷണൽ പാറ്റേൺസിനെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രിയേറ്റ് എ ചോയ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹാബിച്വൽ റിയാക്ഷൻ. നമ്മൾ സാധാരണ ചെയ്യാറുള്ള റിയാക്ഷന് പകരം പല കാര്യങ്ങളും, പലതും ചോദിക്കുമ്പോഴാവാം, പറയുമ്പോഴാവാം, കാണുമ്പോഴാവാം, കേൾക്കുമ്പോഴാവാം, നമ്മൾ ചെയ്യുന്ന പ്രതികരണം, റിയാക്ഷന് പകരം അതിൽ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ, വിഷമിക്കുന്നതാണെങ്കിലും, ചെറിയൊരു ഉദാഹരണം പറയാം, വീട്ടിൽ തന്നെ ഭാര്യ എന്തെങ്കിലും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ചോദിക്കുന്നു, പറയുന്നു, കുട്ടികൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആ സമയത്ത് നമ്മളുടെ പ്രതികരണത്തിന് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ അടുത്തൊരു ചോയ്സ് നമ്മൾക്ക് ഉണ്ടോ നോക്കാം. വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഫീലിംഗ് മാറി കിട്ടുമോ? നല്ല ഒരു സന്തോഷത്തിൽ അവരെ ആക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കുകയും ആ രീതിയിലുള്ള ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻസ്റ്റെഡ് ഓഫ് എ ഹാർഡ്ഷിപ്പ്. വളരെയധികം ക്ലേശങ്ങളാണ്, സാധനങ്ങൾ കിട്ടാനില്ല. സാധാരണ നമ്മൾ മീൻ പൊരിച്ചിട്ടോ അല്ലെങ്കിൽ മീനിന്റെ മണല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരുന്നു. പക്ഷെ ഇപ്പൊ മീൻ കിട്ടാനില്ല, അല്ലെങ്കിൽ കിട്ടുന്ന മീനൊക്കെ പഴയതാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല.
ചിക്കനോ അല്ലെങ്കിൽ നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാതിരുന്ന ആളുകളായിരുന്നു. ഇപ്പൊ നോൺ വെജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ സ്ഥിരം പച്ചക്കറി മാത്രം ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു. നല്ല പച്ചക്കറി ഇപ്പൊ കിട്ടാനില്ല. ഈ സമയത്തൊക്കെ നമ്മളത് ആലോചിച്ച് വിഷമിച്ച് ഭക്ഷണം കഴിക്കാതെ ക്ലേശം അനുഭവിക്കുന്നതിന് പകരം അത് നോൺ വെജിൽ നിന്നും വെജിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബാങ്കിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് നമുക്ക് നെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ള, പഠിക്കാനുള്ള, അതൊരു പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു അവസരമായിട്ട് മാറ്റാൻ പറ്റും. ഞങ്ങളൊക്കെ ട്രെയിനേഴ്സ് സ്ഥിരമായിട്ട് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഓരോ സ്ഥലത്തിലേക്ക് ഓടിച്ചാടി നടന്നിരുന്ന ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ തന്നെ നമ്മളൊക്കെ ഒരുപാട് ട്രെയിനിങ് ക്യാൻസൽ ആയിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നേരെ വെബിനാറിലേക്ക് JCI ഇന്ത്യ തന്നെ വെബിനാർ എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. വെബിനാർ നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ട്രെയിനിങ് രംഗത്ത് വ്യാപകമാക്കുന്നത് JCI ഇന്ത്യയുടെ ഒരു വെബിനാർ സീരീസിലൂടെ. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ തുടങ്ങി. വെബിനാർ ചെയ്യണമെന്ന് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് യൂഷ്വലായിട്ട് മാറാൻ തുടങ്ങി. ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ട്രെയിനിങ് എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ അതിനൊരു സൗകര്യം കിട്ടി. അതേപോലെ തന്നെ ആളുകൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വെബിനാറിലൂടെ ഒരു 3 മണിക്കൂർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഹാഫ് ഡേ നിർബന്ധമായിട്ട് പോകും. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. ഇതെല്ലാം ചെലവാക്കിക്കൊണ്ടായിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതേ കണ്ടന്റ് ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ വെബിനാറിലൂടെ കിട്ടുന്നുണ്ടാവും. ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഈ അവസരത്തിൽ നമ്മൾ ഹാർഡ്ഷിപ്പിന് പകരം ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ നമുക്ക് പറ്റണം. ചലഞ്ച് ഇമോഷൻസ് ദാറ്റ് ക്രോസ് ദ ത്രെഷോൾഡ് ഓഫ് യുവർ മൈൻഡ്. പലപ്പോഴും ചില സാധനങ്ങളെ കാണുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് നേരെ ഒരു നമ്മളുടെ ഒരു എനർജി ലെവൽ തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്കുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടാവും. വൈകാരികമായിട്ട് നമ്മളുടെ ഒരു കവചത്തിൽ നിന്ന് നമ്മളെ മനസ്സിന്റെ കവചമൊക്കെ പൊട്ടി പുറത്തേക്ക് പോകുന്ന, ചിലപ്പോൾ അത് വാക്കുകളായിട്ടായിരിക്കാം, ചിലപ്പോൾ പ്രവൃത്തികളായിട്ടായിരിക്കാം, മറ്റുള്ളവരെ വളരെയധികം വിഷമതയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വികാരങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾക്ക് ആലോചിക്കാം. ഇതൊക്കെ ഗ്രൗണ്ടഡിന്റെ ഒരു ഫാക്ടേഴ്സാണ്. ആൻഡ് ചാനൽ ദിസ് യുണീക് ടൈം ഇൻ ടു എ പേഴ്സണൽ വിക്ടറി ഫോർ യു. ഇതൊരു യുണീക് ടൈമാണ്. ഈ ഒരു 21 ദിവസം, അതിന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി നോക്കുകയാണെങ്കിൽ ആകെ 10 ദിവസങ്ങളുള്ളത്. ഈ 10 ദിവസങ്ങൾ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് വളരെയധികം ഉഷാറായിട്ട് നമ്മളെ ഒരു വമ്പിച്ച വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, കഴിഞ്ഞ വർഷങ്ങളിലേക്കൊക്കെ നമ്മൾക്കുണ്ടായ ഒരു വിജയത്തിൽ നിന്നും മാറ്റി അതിന്റെ എത്രയോ മടങ്ങ് വേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ബിസിനസ്സിലോ പ്രൊഫഷനിലോ നമ്മൾക്ക് പ്രാവർത്തികമാക്കാനും ഒരു വമ്പിച്ച മുന്നേറ്റം നടത്താനും പറ്റുന്ന രീതിയിലേക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ദിസ് ഈസ് എ സിമ്പിൾ ഒരു ചെറിയൊരു ഫോട്ടോ ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നമ്മളെ സക്സസ് എന്ന് പറയുന്നതാണ്. താഴെ കാണിക്കുന്ന ഒരു ബോളുണ്ട്. അതിനെ അങ്ങോട്ട് പൊക്കി നമ്മളെ വിജയം ഏറ്റവും ഉയർച്ചയിൽ എത്തണമെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അവിടെ റിലേഷൻഷിപ്സ് ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, ടാലന്റും ഇമോഷനും മണി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അവർ ഹാബിറ്റ്സ്. നമ്മുടെ ഹാബിറ്റ്സ് ആണ്, സ്വഭാവങ്ങളാണ്, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ വിജയത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ആ പ്രവൃത്തികളെ, ഹാബിറ്റ്സിനെ പറ്റി മാത്രമാണ് നമ്മൾ ഇന്ന് കുറച്ചു നേരം സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ ഹാബിറ്റ്സിനെ നമ്മളെ ഈ ഒരു യുണീക് ടൈമിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത്. ഏതൊക്കെ ഹാബിറ്റ്സ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, പല ആവശ്യങ്ങളും ഉണ്ടാവും. അതിന് എങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാന്നുള്ളത് നോക്കാം. How to build better habits that will make me great. എന്നെ ഒരു മഹാ പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റുന്ന, എന്നെ ഏറ്റവും വിജയത്തിലേക്ക് വളർത്താൻ പറ്റുന്ന സ്വഭാവങ്ങൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, വാട്ട്സ് ഗെറ്റിംഗ് ബിറ്റ്വീൻ യു ആൻഡ് ബിൽഡിംഗ് ഹാബിറ്റ്സ് ആൻഡ് നർച്ചർ യുവർ ബെസ്റ്റ് ലൈഫ്. എന്റെ ഏറ്റവും നല്ല ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത്, ഞാൻ മറ്റൊരു ഭാഗത്ത്. ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്നു, എന്റെ ഏറ്റവും ഞാൻ സ്വപ്നം കാണുന്ന എന്റെ ഏറ്റവും വലിയ വിജയിക്കുള്ള ഒരു ജീവിതം ഇവിടെയുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ. നമ്മളെയും നമ്മൾ സ്വപ്നം കാണുന്ന ആ വിജയത്തിന്റെയും ആ ഒരു വിജയിച്ച ജീവിതത്തിന്റെയും ഇടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ നമ്മൾ ചില ചിന്തകളാവാം, അതല്ലെങ്കിൽ നമ്മൾ ചില സ്വഭാവങ്ങളാവാം, അതല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളാവാം, അതല്ലെങ്കിൽ മറ്റു പല ഫാക്ടേഴ്സും ആവാം. എന്താണ് നമ്മളുടെ വിജയത്തിന്റെയും ഇടയിൽ നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ടാസ്ക് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. അടുത്തതൊന്ന്, ആർ യു റെഡി ടു ക്രിയേറ്റ് ഹാബിറ്റ്സ് ദാറ്റ് വിൽ മേക്ക് യുവർ ലൈഫ് ഇൻഫിനിറ്റ്ലി ബെറ്റർ? നമ്മളൊന്നും വിചാരിക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകൾ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്കുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും കഴിഞ്ഞാൽ ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ കീ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഹാബിറ്റ്സ് വർക്ക്. എങ്ങനെയാണ് നമ്മൾ മാറ്റാൻ പോകുന്ന സ്വഭാവം, പുതിയൊരു സാധനം, ഒരു സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ തയ്യാറെടുക്കുക, ഒരു രീതി, ആ രീതി എങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ ഒരു വെയിറ്റ് കുറക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ വെയിറ്റ് 100 കിലോ ഉണ്ട്, എനിക്കതൊരു 90 കിലോ ആക്കണം, 10 കിലോ വെയിറ്റ് കുറക്കണം എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോ എണീക്കുന്ന സമയത്ത് 6 മണി അല്ലെങ്കിൽ 6:30 മണിക്കാണ് എണീക്കുന്നത്, എനിക്കൊരു 5 മണിക്ക് എണീക്കണം എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഏത് സ്വഭാവമാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്? അതിൽ കൃത്യമായ ഒരു കൃത്യനിഷ്ഠ എനിക്കില്ല, ഒരു സമയബന്ധിതമായിട്ട് പരിപാടികൾ നടത്താറില്ല. അപ്പൊ അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്ത് സ്വഭാവമാണോ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, എന്തൊക്കെയാണ് അത് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ആൻഡ് യൂസിങ് ദാറ്റ് നോളജ് ടു യുവർ അഡ്വാൻറ്റേജ്. അത് പ്രാവർത്തികമായാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. ഇത് 3 കാര്യങ്ങളാണ് ഒരു സ്വഭാവ രൂപീകരണത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മാറ്റാനും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വഭാവത്തിന്റെയും നമ്മളുടെയും ഇടയിലേക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താ? 2, എങ്ങനെയാണ് ആ സ്വഭാവത്തിന് രൂപീകരണത്തിന് നമ്മൾ തയ്യാറാണോ? മൂന്നാമത്തത്, എങ്ങനെയാണ് ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്യുന്നത്? ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു അക്രോണിമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ സ്വഭാവങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഒരു സ്വഭാവ രൂപീകരണത്തിന് ഗീവ് യുവർ ബെസ്റ്റ് ഓൾവേസ്. എപ്പോഴും നമ്മളെ ഏറ്റവും മികച്ചത് കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിലേസ് യുവർ ഫിയേഴ്സ്. ഭയങ്ങളെ, പേടികൾ എപ്പോഴും ഒഴിവാക്കണം. അനാവശ്യമായിട്ടുള്ള പേടികളാണല്ലോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മൾക്ക് ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ 2 കാര്യങ്ങളായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ മടി, അല്ലെങ്കിൽ പേടി എന്ന് പറയും. ആ പേടികളെ, അനാവശ്യമായിട്ടുള്ള പേടികളെ നമ്മൾക്ക് മാറ്റാൻ പറ്റണം. ആൻഡ് എൻജോയ് ദ ജേർണി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്തുകൊണ്ട്, സന്തോഷത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് പറ്റണം. ദെൻ ആക്ട് വിത്ത് പാഷൻ. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ അടുത്ത് ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, കുറെ പ്രശ്നങ്ങളുണ്ട്, എന്താണ് എന്റെ ക്വാളിറ്റീസ്, എന്താണ് എന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്റെ നെഗറ്റീവ്സും പോസിറ്റീവും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞപ്പോ, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ബിസിനസ്സിൽ ഞാൻ പോകുന്നുണ്ട്, കുറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. അങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മൾക്ക് ഏറ്റവും നമ്മുടെ പാഷൻ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്? ഇതൊരു മെനക്കെടാണല്ലോ എന്ന് വിചാരിക്കാതെ നമ്മൾക്ക് രാവിലെ എണീക്കണമെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അലാം പോലും വെക്കാതെ നമ്മൾക്ക് എണീക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കുന്നത്? സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ, സംതൃപ്തി നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് കോൾഡ് പാഷൻ. ആ പാഷനേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റണം. ആൻഡ് ട്രാൻസ്ഫർ ടു മേക്ക് എ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾക്ക് ചെയ്യാൻ പറ്റേണ്ടത്. സാധാരണ ആളുകൾ ചെയ്യുന്ന രീതിയിലല്ലാതെ
സാധാരണ ബി ദ മില്യനെയർ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ 3 പറയുന്നത്. ഒന്ന് ബി റൊമാൻറ്റിക് എന്ന് പറയും, പിന്നെ ഒന്ന് ബി ഫെയിലിയർ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയും. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് പറയുന്നത് ബി ആൻ ഇഡിയറ്റ്. ഒരു വിഡ്ഢിയായിട്ട് മാറുന്ന ആളുകൾ പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നീ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള പുതിയ ആശയങ്ങളെയും പ്രവൃത്തികളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെയുള്ള ആശയങ്ങളാണ് ഏറ്റവും മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഉണ്ടാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. സോ ട്രാൻസിസ് ടു മേക്ക് എ ഡിഫറൻസ്. ഒരു കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം, മാറ്റം കൊണ്ടുവരാൻ പറ്റണം നമ്മൾ. അതിനൊക്കെയാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കാൾഡ് ഗ്രേറ്റ്. ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഹാബിറ്റ്സ് ആർ റിയലി ജസ്റ്റ് റിവാർഡ് മോട്ടിവേഷൻ റെസ്പോൺസ് ഇൻ ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മളെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു റിവാർഡ് മോട്ടിവേഷൻ റെസ്പോൺസിനെയാണ് നമ്മൾ സാധാരണ ഹാബിറ്റ് എന്ന് പറയാത്തത്. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ആർ ക്യൂഡ് ടു ടേക്ക് ആക്ഷൻ ബൈ സംതിങ് ഇൻ യുവർ എൻവയറമെന്റ്. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാള്, ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു കടയിൽ പോകുന്ന സമയത്ത് നല്ലൊരു മിഠായി അല്ലെങ്കിൽ ലഡു കഴിക്കാൻ അയാൾക്ക് തോന്നലുണ്ടാവുക. അതേപോലെ തന്നെ രാവിലെ നമ്മൾ എണീറ്റ് എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരാൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്നുകൂടി കിടന്നുറങ്ങാൻ തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള, അതേപോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ, ഒന്ന് മാറ്റി ചിന്തിക്കുന്നു. ഇതാണ് ഒരു ടെംപ്റ്റേഷൻ എന്നൊക്കെ നമ്മൾക്ക് പറയാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് നല്ലതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കുന്നതിനെയാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത് ടേക്ക് ആക്ഷൻ ഇൻ റെസ്പോൺസ് ടു ദ ക്യൂ. നമ്മൾ അതിനുള്ള ഒരു ആക്ഷൻ എടുക്കുന്നു. ലഡു തിന്നാൻ തോന്നി, നമ്മൾ ലഡു കഴിക്കുന്നു. എണീറ്റ് ഉടനെ വീണ്ടും കിടന്നുറങ്ങാൻ തോന്നി, നമ്മൾ വീണ്ടും കിടന്നുറങ്ങുന്നു. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചു നേരം ടി വി കാണാൻ തോന്നി, പഠിപ്പ് മാറ്റി വെച്ച് നമ്മൾ ടി വി കാണാൻ തോന്നി, നമ്മളത് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തത്. ആൻഡ് 3, റിവാർഡ്സ് ഫ്രം ദ ആക്ഷൻ യു ടു. അങ്ങനെ ലഡു തിന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം, അതല്ലെങ്കിൽ ടി വി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം. ഇതേപോലെ പോസിറ്റീവ് ഉണ്ട്. ഇതുപോലെ തന്നെ രാവിലെ ഉറങ്ങും, പെട്ടെന്ന് ചാടി എണീറ്റ് നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഒരു ഹാബിറ്റ് നടപ്പിലാവുന്നത് ഈ 3 വഴികളിലൂടെ. ഒന്ന്, നമ്മൾക്കത് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്നു. 2, നമ്മൾ ചെയ്യുന്നു. 3, അത് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം, സംതൃപ്തി കണ്ടെത്തുന്നു. ഈ 3 പോയിന്റുകളുള്ളത് ഒരു ഹാബിറ്റ്, ഒരു റിവാർഡ് മോട്ടിവേഷൻ റെസ്പോൺസ് പറയുന്നത് ഈ 3 കാര്യങ്ങളുണ്ടാവും. ആൻഡ് ബിൽഡ് ഹാബിറ്റ്സ് ദാറ്റ് ലാസ്റ്റ്. നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഇപ്പൊ ഈ കാലാവധിയിൽ ഉണ്ടാക്കേണ്ടത്, എന്നെന്നും നിലനിൽക്കുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ സ്വഭാവങ്ങൾ രൂപീകരിക്കാൻ നമ്മൾക്ക് പറ്റണം. കാരണം ഇപ്പൊ 10 ദിവസം കൂടി കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ അവസാനിച്ചു എന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് എന്തായാലും ഒരു 144 ആവുന്നതാണ് പറയുന്നത്. ആ സമയത്ത് ഏതെങ്കിലും ഒരു നിരപരാധികളായിട്ടുള്ള 2 ആളുകൾ ആർക്കെങ്കിലും കൊറോണ പരത്തി കൊടുത്താൽ വീണ്ടും ചിലപ്പോൾ ഇതേ അവസ്ഥയിലേക്ക് പോവാം. അതുണ്ടായില്ല എന്ന് വിചാരിക്കാം. പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ, ഈ മാസം അവസാനമാകുമ്പോഴേക്കും റമദാൻ തുടങ്ങി, നോമ്പ് തുടങ്ങി. നോമ്പ് ആളുകൾ ആത്മീയതയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലായിക്കോട്ടെ എല്ലാം മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും നോമ്പ് കഴിഞ്ഞാൽ ജൂൺ 1 എന്ന് പറയുന്നത് വീണ്ടും നമ്മളെ നാട്ടിലൊക്കെ മഴക്കാലം തുടങ്ങേണ്ട സമയമാണ്. പ്രളയം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നോമ്പ് വരികയും, നോമ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം മഴക്കാലം വരികയും ചെയ്യുമ്പോൾ പ്രളയമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ മഴക്കാലം പെട്ടെന്ന് വരുന്ന സമയത്ത് ബിസിനസ് പരമായിട്ടൊക്കെ ബാക്കിലോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതുമാണ്, നമ്മൾ അനുഭവിച്ചതുമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ബിസിനസ് ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, അതിലേക്കുള്ള ഒരു സ്വഭാവം രൂപീകരിക്കാൻ നമ്മൾക്ക് പറ്റണം. ഓരോരുത്തർക്കും എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ഓരോരുത്തർക്കും ആലോചിച്ചെടുക്കേണ്ട കാര്യം. ഞാൻ എന്ത് പ്രൊഫഷൻ ചെയ്യുന്നു, ഞാൻ എന്ത് ബിസിനസ് ചെയ്യുന്നു, ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്, അവിടെ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം. ടൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ഹാബിറ്റ്സ് അലൈൻഡ് വിത്ത് യുവർ വാല്യൂസ്. നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ രീതികൾ, ഇതെല്ലാം നിങ്ങളുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ. Then is it time to create the habits that will make your life better? ഇത് ആണോ നിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നതിനുള്ള
യഥാർത്ഥത്തിലുള്ള സമയം ഇതാണോ എന്നാണ് ചോദ്യം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും യെസ് എന്നായിരിക്കും മെസ്സേജ് ടൈപ്പ് ചെയ്യാനൊന്നും പറയുന്നില്ല, കാരണം സമയം നമ്മൾക്ക് അത്രയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല, 3:30 അവസാനിപ്പിക്കാനുള്ളതുകൊണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗൈൻ 3 സ്റ്റേജിലാണ്. ഈ 3 സ്റ്റേജുകൾ അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെന്ന് പറയുന്നത് ഗെറ്റ് ഫോക്കസ്ഡ് എന്നുള്ളതാണ്. ഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ ലേസർ ഫോക്കസ്ഡ് ഓൺ വാട്ട് യു വാണ്ട്. എന്താ ലേസർ ഫോക്കസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? പണ്ട് ദ്രോണാചാര്യൻ പറഞ്ഞതുപോലെ മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷിയെ അല്ല കാണേണ്ടത്, പക്ഷിയുടെ തലയും അല്ല കാണേണ്ടത്, പക്ഷേ പക്ഷിയുടെ കണ്ണ് കാണാൻ നമ്മൾക്ക് പറ്റണം എന്ന് പറഞ്ഞത് അമ്പയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ, ഇപ്പൊ ട്രെയിനിങ് വെബിനാർ ഒക്കെ ഇഷ്ടംപോലെ നടത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയൊന്നും ട്രെയിനിങ്ങിനൊന്നും പലപ്പോഴും ഞങ്ങളൊന്നും വിളിക്കണ്ടാവില്ല. സാർ ഒരു വെബിനാർ വേണമെന്ന് പറയണ്ടാവുള്ളൂ. കാരണം ഒരുപാട് പൈസ ലാഭമാണ്, സമയം ലാഭമാണ്. ഇനിയൊക്കെ ചിലപ്പോൾ വെബിനാറിന്റെ ഒരു കാലഘട്ടമായിരിക്കും. ബിസിനസ് തന്നെ പല ഓഫീസുകളിലും 4-5 സ്റ്റാഫുകൾ, 10 സ്റ്റാഫ് അല്ലെങ്കിൽ 15 സ്റ്റാഫ് ഉണ്ടായിരുന്ന ഓഫീസുകളൊക്കെ, 4-5 KSEB പോലെയുള്ള ഓഫീസുകളൊക്കെ കുറച്ച് ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ചില പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ കൂടി എങ്കിലും ആളുകൾ കുറവായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക് 2 മണി വരെ വർക്ക് ചെയ്യുന്നുള്ളൂ, എന്നിട്ടും സമയം ഇഷ്ടം പോലെ. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 10 സ്റ്റാഫുകളുള്ള ഓഫീസിൽ എന്റെ സ്റ്റാഫുകളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതേ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ സൂം ആണെങ്കിൽ ഒരു 1300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ 20,000 രൂപ ഓഫീസിന് വാടക കൊടുത്ത് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. സോ ആളുകൾ മാറ്റി ചിന്തിച്ചു തുടങ്ങും. ആ സമയത്ത് ആളുകൾ അതേപോലെ പർച്ചേസിന്റെ രീതി, ഷോപ്പിങ്ങിന്റെ രീതി മാറും. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനി ഇറങ്ങുന്ന സമയത്ത് വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ കുറെ മെത്തേഡുകളുമായിട്ട്, പുതിയ കുറെ പ്ലാനുകളുമായിട്ട് നമ്മൾ ഇറങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്വഭാവ രൂപീകരണം നമ്മളെ പ്രവർത്തനങ്ങളിലാണല്ലോ വരുന്നത്. പ്രൊഡക്റ്റ് ഒരു പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നമ്മളെ പ്രവർത്തനങ്ങളിലും നമ്മളെ സമീപനങ്ങളിലുമാണ് മാറ്റം വരുത്തുന്നത്. ഇപ്പൊ വെർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ ഒരു സമയം, ഓഫീസുകൾ ചിലപ്പോൾ വെർച്വൽ ആയിട്ട് മാറിയേക്കാം. ഇപ്പൊ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വീട്ടിലെത്തിക്കുന്ന രീതിയായി, മരുന്നുകളടക്കം വീട്ടിലെത്തിക്കുന്ന രീതിയായി. അതിനനുസരിച്ചുള്ള ഒരു സ്വഭാവ രൂപീകരണം നടത്തണമെങ്കിൽ എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് കോൾഡ് ലേസർ ഫോക്കസ്. കിളിയുടെ കണ്ണിനെ കാണാൻ നമ്മൾക്ക് പറ്റണം. മാറ്റം വരുത്തേണ്ടത് എവിടെയാണെന്ന് കൃത്യമായി സ്പെസിഫിക് ആയിട്ട് നമ്മൾ അറിയാൻ പറ്റണം. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഗോ ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് ടൂൾസ് ഫോർ ദ ജോബ്. നമ്മൾക്ക് വെറുതെ ആശയങ്ങളും സ്വഭാവങ്ങളും മാത്രം ഉണ്ടായാൽ പോരാ, അതിനു വേണ്ട എല്ലാ സർവ്വ സജ്ജീകരണങ്ങളും നമ്മൾക്ക് വേണം. ദ ബെസ്റ്റ് സ്ട്രാറ്റജി, ദ ബെസ്റ്റ് കോച്ച്, ദ ബെസ്റ്റ് ടൂൾസ്, ദ ബെസ്റ്റ് മാൻ. ഇപ്പൊ വെബിനാർ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ലാപ്ടോപ്പ് വേണം, വെബ്കാം വേണം, നെറ്റ് വേണം, അങ്ങനെ ഒരുപാട് ടൂളുകൾ വേണം, ഒരുപാട് സൗകര്യങ്ങൾ വേണം. ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിയുന്ന ഒരു വെർച്വൽ റിയാലിറ്റിക്ക് മാറുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം. നമ്മൾ ഒരു ഹോം ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം. സോ എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണോ, ആധുനികമായിട്ടുള്ള ശാസ്ത്രത്തിന്റെയും സാങ്കേതികവുമായിട്ടുള്ള എന്തൊക്കെ ടൂൾസും സൗകര്യങ്ങളും നമ്മൾക്ക് വേണോ അതെല്ലാം കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുണ്ടാവണം, നമ്മൾ സജ്ജീകരിക്കണം, അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവണം. ആൻഡ് സ്റ്റേ കമ്മിറ്റഡ് ടു യുവർ ഡിസിഷൻ ബട്ട് സ്റ്റേ ഫ്ലെക്സിബിൾ ഇൻ യുവർ അപ്രോച്ച്. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറയാൻ ഒരു മെന്റർ വേണമെന്ന് പറയാൻ, കൃത്യമായിട്ടുള്ള അഡ്വൈസ്. കാരണം ഒരു പക്ഷെ ഒരു വ്യക്തി ആലോചിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ഫെയിലിയർ വരും. കാരണം ഫെയിലിയർ വന്നാലേ യഥാർത്ഥത്തിൽ സക്സസ് ആവുള്ളൂ എന്ന് പറയാം. ഫെയിലിയർ ഈസ് കോമൺ. ഒരാൾ ചോദിച്ചില്ലേ നിങ്ങൾ എങ്ങനെയാണ് വിജയിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ. ഈ എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് അറിയുന്നത്? അത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സംഭവിക്കാം. തെറ്റായ തീരുമാനങ്ങൾ സംഭവിക്കാം, ഫെയിലിയർ, പരാജയം സംഭവിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾക്കൊന്ന് തലോടി നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ, നമ്മൾ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചുയർത്തണമെങ്കിൽ നമ്മൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നമ്മളെ മെന്റർ ചെയ്യുന്ന, നമ്മളെ കോച്ച് ചെയ്യുന്ന, നമ്മളെ കോച്ച് ചെയ്ത് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന, നമ്മുടെ വിജയം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു മെന്റർ, ഒരു കോച്ച് നമ്മൾക്കുണ്ടായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോ നമ്മുടേതായ രീതിയിൽ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. ചില സമയത്തൊക്കെ നമ്മളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ദാറ്റ് ഇസ് കാൾഡ് ബി സ്റ്റേ ഫ്ലെക്സിബിൾ. പക്ഷെ തീരുമാനം ദൃഢമായിരിക്കണം. അതിലേക്കുള്ള വഴിയിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ആവാം. തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഗെറ്റ് ഇൻ ടു ആക്ഷൻ
ആൻഡ് അൺലീഷ് അലൈൻമെന്റ്. ഉദ്ദേശിക്കുന്നതിലൊരു ഡോണ്ട് ബൈ into the lie that you don't have time for something. എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നുള്ള നുണ പറയരുത് എന്നുണ്ട്. അതൊരു ഏറ്റവും വലിയ നുണയാണെന്ന് പറയുന്നത്. എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, അതൊന്നും പറ്റുന്ന സമയമല്ല, എനിക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല എന്നുള്ള നുണ ഒരു കാരണവശാലും പറയരുത്. കാരണം നമ്മൾക്ക് ഒരു കാര്യം, എവിടെയാണ് പ്രയോറിറ്റൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് സമയം കിട്ടും, ഉറപ്പാണ്. ഈ സമയങ്ങളിൽ ലോക്ക്ഡൌൺ പീരീഡിൽ ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രാവിലെ എണീക്കാൻ കുറച്ചൊക്കെ മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഈ സമയത്ത് എന്താന്ന് അറിയില്ല, ഇപ്പൊ എല്ലാ ദിവസവും 5-ന്റെയും 5:30 രാത്രി 5-നും 5:30ക്കും ഇടയ്ക്ക് എണീക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസേജ്, വാട്സപ്പിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ യൂസേജ് പരമാവധി കുറച്ചു, വളരെ കുറച്ച് സമയം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് സമയം കിട്ടുന്നു എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കാനും പ്ലാൻ ചെയ്യാനും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ലിസ്റ്റ്, മാപ്പ് നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയ സമയം കിട്ടും. ദെൻ അതിനുള്ള കാരണം പറയുന്നത് ഏരിയാസ് യു ഹാവ് മാസ്റ്റേർഡ് യു ഡോണ്ട് എക്സ്പീരിയൻസ് ഇന്നർ കോൺഫ്ലിക്റ്റ്. ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുക, പക്ഷെ അതിപ്പോ വേണോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇത് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള കുറെ ഇന്നർ ആയിട്ടുള്ള കുറെ ആശയവിനിമയങ്ങൾ, അതല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റീസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ അറിയാം, നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ അറിയാം, നിങ്ങളിപ്പോ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഏരിയ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം, നിങ്ങൾ എപ്പോഴും എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ കാര്യം നടത്തുന്നതിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് സമയം കിട്ടാതിരുന്നിട്ടുണ്ടാവില്ല. മുൻ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അതിനുവേണ്ടി പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങളിപ്പോ ഏതിലാണോ എക്സൽ ചെയ്തിട്ടുള്ളത് ആ വിഷയം നിങ്ങൾ മുമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സമയക്കുറവ് അനുഭവിച്ചിട്ടേ ഉണ്ടാവില്ല. അതിനെപ്പറ്റി ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. ഇത് വേണോ, ഇത് ചെയ്യണോ വേണ്ടയോ എന്നിട്ടുള്ള ഒരു സംശയമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും മുൻപ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ആ ഫീൽഡിൽ എക്സൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾ അതേപോലെ എക്സൽ ചെയ്യണമെങ്കിൽ, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ, നമ്മളിപ്പോ ഇന്നർ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, ആശയക്കുഴപ്പം ഇല്ലാതെ അതിനുള്ള സമയം പരമാവധി കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാൻ പറ്റണം. അത്രയുള്ള ഒരു സ്വഭാവ രൂപീകരണത്തിലൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള സമയങ്ങൾ നമ്മൾക്ക് എക്സൽ ചെയ്യണമെങ്കിൽ മാറ്റങ്ങൾ വരുന്ന പറയുന്നത് ടെക്നിക്കലി ഒരുപാട് മാറി. ആളുകൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് തോന്നും. ഷോപ്പിങ്ങിന്റെ രീതി മാറും, എല്ലാം ആളുകളുടെ ഓഫീസ് ടൈമിന്റെ സ്ഥിതി മാറും. എല്ലാം മാറിയിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്ന മഴയും നോമ്പൊന്നും നമ്മൾക്ക് തടസ്സമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഗെറ്റ് ഫോക്കസ്ഡ്, ലേസർ ഫോക്കസ്. രണ്ടാമത്തത് അതിനു വേണ്ടി എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും നല്ല അതിന് പഠിക്കാൻ പറ്റുന്ന, അതിൽ മികവ് പുലർത്തിയിട്ടുള്ള റോൾ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും, അതല്ലെങ്കിൽ ആ ഏത് ഏരിയയിലാണോ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ ഏറ്റവും മികവ് പുലർത്തിയിട്ടുള്ള ഒരു മെന്റർ അല്ലെങ്കിൽ കോച്ച് ഉണ്ടായിരിക്കുക. അതിനുവേണ്ട ഏറ്റവും നല്ല ടൂൾസ് ആൻഡ് ഏറ്റവും നല്ല മാപ്പ് നമ്മൾക്ക് റെഡി ആയിട്ട് വെക്കുക. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം, ഇതിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ, അത് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അത് ചെയ്യാതിരിക്കരുത്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. മൈ പേഴ്സണൽ ഗ്രോത്ത് പ്ലാൻ, ഒരു പ്ലാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ ഇതുവരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കാം. ഐഡന്റിഫൈ വാട്ട് യു റിയലി വാണ്ട് ഫോർ യുവർ പേഴ്സണൽ ഗ്രോത്ത്. എന്റെ യഥാർത്ഥത്തിലുള്ള ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ മാറേണ്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇതറിയണമെങ്കിൽ നമ്മൾ സെൽഫ് അനാലിസിസ് നടത്തണം. എവിടെയാണ് എന്റെ പ്രസന്റേഷൻ ആണോ, എന്റെ ഫിനാൻഷ്യൽ പാർട്ടാണോ, അതോ ഞാൻ എന്റെ ഐഡിയയുടെ പ്രശ്നമാണോ, അതോ എനിക്ക് പെർമിഷന്റെ പ്രശ്നമാണോ, എവിടെയാണ്, അതല്ലെങ്കിൽ എന്റെ സമയത്തിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണോ, ഇതിൽ എവിടെയാണ് എനിക്ക് ഷോർട്ടേജ് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കുകയും അത് കണ്ടെത്തുകയും വേണം. രണ്ടാമത്തതൊന്ന് ഡിസ്കവർ ദ ഡീപ്പർ വൈ. എന്തിന് എന്നുള്ളത്, ഡീപ്പർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല. നമ്മൾ ആദ്യം ഒരു വൈ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യണം, ഞാൻ ടോട്ടലായിട്ട് ഓൺലൈനിലോട്ട് മാറണം, അതല്ലെങ്കിൽ ഞാൻ രാവിലെ ഇപ്പോൾ എന്റെ വെയിറ്റ് എന്നുള്ളത് 80 കിലോ ആണ്, ഞാനത് 70 കിലോ കുറക്കണം. അവിടെ വൈ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം.
ഞാൻ 70 കിലോ കുറയ്ക്കുന്ന സമയത്ത് ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവുന്നു, ഞാൻ കാണാൻ ഭംഗി കൂടുന്നു, ഞാൻ എന്റെ ആ ഒരു ഭംഗിയുള്ള ഷർട്ട് എനിക്ക് ഇടാൻ പറ്റുന്നു, അതേപോലെ എന്നെ കാണുമ്പോൾ ആളുകളൊക്കെ പോകും എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ എന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നു, പല അസുഖങ്ങളും ഇല്ലാതെ ആവുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ച് വൈ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. വൈ യു ആർ ചേഞ്ചിങ്, കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് കണ്ടുപിടിക്കണം. പർപ്പസ് ഇല്ലാതെ നമ്മൾ എത്രത്തോളം ചിന്തിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് പ്രാക്ടിക്കൽ ആവില്ല. കാരണം ഇതിന്റെ ബാക്കിലുള്ള മോട്ടീവ് നമ്മൾ പറയുന്നത്, മോട്ടിവേഷൻ നമ്മൾ സാധാരണ പറയുന്നത് മോട്ടീവ് ടു ആൻ ആക്ഷൻ, ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണ, അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ മാറ്റണമെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. നമ്മളെ പോലീസുകാരെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോട്ടീവ് എന്താണെന്ന് കൂടി കണ്ടുപിടിക്കണം. കാരണം അതിനെന്തെങ്കിലും ആ മോട്ടീവ് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചാണ് ആളുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്വഭാവം മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ, അതുണ്ടെങ്കിൽ പുതിയ രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ, മാറുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ വൈ എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റണം. ആൻഡ് ദ തേർഡ് വൺ, പിൻ പോയിന്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ യുവർ പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിൻ പോയിന്റ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. വളർച്ചയിലെ തടസ്സങ്ങൾ പെർമിഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ശാരീരികമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, മാനസികമായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. എവിടെയൊക്കെയാണോ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് അത് കണ്ടുപിടിക്കാനും കൃത്യമായിട്ട് ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റണം. ആൻഡ് ഗെറ്റ് ദ ടൂൾസ് ആൻഡ് കോച്ചിങ് യു നീഡ്. എന്തൊക്കെയാണോ ഞാൻ കൂടുതലായിട്ട് സ്വായത്തമാക്കുന്നത്, പഠിക്കേണ്ടത്, അത് പഠിക്കാൻ പറ്റണം. ഓൺലൈൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇപ്പൊ വെബിനാർ ആണെങ്കിൽ അതിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കണം. അതല്ല ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതാണ്, കാരണം ആളുകളൊക്കെ ഓൺലൈനിലോട്ട് മാറി, ആളുകളൊക്കെ വീട്ടിലിരിക്കാതെ ജോലി ചെയ്യാൻ തുടങ്ങി, ആളുകൾ കടയിലേക്ക് പോകാതെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പുതിയൊരു രീതി ഞാൻ അവലംബിക്കുകയാണെങ്കിൽ അതിന് ഞാൻ എന്തൊക്കെ പഠിക്കണം, കഴിവുകൾ സ്വായത്തമാക്കണം എന്നുള്ളത് മനസ്സിലാക്കുകയും അത് പഠിക്കാൻ നമ്മൾക്ക് പറ്റണം. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ മേക്ക് ഷുവർ യു ആർ ഇൻ അലൈൻമെന്റ് വിത്ത് യുവർ ഗ്രോത്ത് പ്ലാൻ. നമ്മളെ ഗ്രോത്ത് പ്ലാനുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് ഒരേ ലൈനിൽ അലൈൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പറ്റണം. അതാ രീതിയിലായിരിക്കും നമ്മൾ ഗ്രോത്ത് പ്ലാൻ ഇടുന്നത്. ആൻഡ് റൈറ്റ് ഇറ്റ് ആൾ ഡൗൺ. എഴുതപ്പെടാത്ത ഒരു ലക്ഷ്യവും സാക്ഷാത്കരിച്ചിട്ടില്ല എന്നുള്ളത്. എഴുതപ്പെടാത്ത ഒരു ലക്ഷ്യവും സാക്ഷാത്കരിച്ചില്ല. കാരണം നമ്മളെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും, ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. അത് ഇന്നൊരു ചിന്തയായിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ വേറെ ഒന്നായിരിക്കാം, നാളെ വേറെ ആയിരിക്കാം, സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ, ഗ്രോത്ത് പ്ലാൻ വേണമെങ്കിൽ, നമ്മളൊരു സ്വഭാവം പുതിയൊരു രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ അത് കൃത്യമായി എഴുതി വെക്കുക തന്നെ വേണം. അതല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. Then reward yourself for milestone in your growth plan. ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് അത് ഞാൻ അച്ചീവ് ചെയ്തു, യെസ് ഐ ഡിഡ് ഇറ്റ്. എന്റെ 10 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറയുന്നു, എടാ ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടുകാരോട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാവുകയും അത് ആദ്യഘട്ടം ഞാൻ പൂർത്തീകരിക്കുകയും ചെയ്തു. ഒരു പക്ഷെ 100 പോയിന്റുകൾ ഉണ്ടാവാം. അതിൽ ഓരോ പോയിന്റുകളും അച്ചീവ് ചെയ്യുന്ന സമയത്ത്, ഓരോ കാര്യങ്ങളും നേടുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുക, സ്വയം അഭിനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അത് നമ്മൾക്ക് റിവാർഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുന്നത്. ആൻഡ് ദ ഫൈനൽ തിങ്, ഫോളോ ത്രൂ ആൻഡ് ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ. നമ്മൾക്കൊക്കെ ഒരുപാട് പ്ലാനുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഒരുപാട് ട്രെയിനിങ്ങുകൾ കേൾക്കാറുണ്ട്, ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ലോക്ക്ഡൌൺ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോകൾ, ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാലോചിക്കാറുണ്ട്, പലപ്പോഴും അത് എഴുതി വെക്കാറുണ്ട്. 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ പിന്നീടായിട്ട് ചിലപ്പോൾ അത് വിട്ടുപോവുകയും വേറെ രീതിയിലേക്ക്, വേറെ മേഖലയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണോ നമ്മൾ എഴുതി വെച്ചത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മൾക്ക് പറ്റണം. ഫ്രണ്ട്സ്, ഇഫ് യു ഡു വാട്ട് യു ഹാവ് ഓൾറെഡി ഓൾവേസ് ഡൺ, യു വിൽ ഗെറ്റ് വാട്ട് യു ഹാവ് ഓൾവേസ് ഗോട്ടൺ. എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്
ഈ ലോക്ക്ഡൌണിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയും നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇതുവരെ കിട്ടിയത് തന്നെ കിട്ടേണ്ടാവുള്ളൂ. ഒരു പക്ഷേ അതിൽ കുറയാനായിരിക്കും സാധ്യത. ആൻഡ് സ്റ്റാർട്ട് മേക്കിംഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ടുഡേ ആൻഡ് യു വിൽ സൂൺ സ്റ്റാർട്ട് സീയിങ് ദ റിസൾട്ട് യു ഹാവ് ആൾവേസ് വാണ്ടഡ്. ഇന്ന് നമ്മൾ ആ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇനിയുള്ള 10 ദിവസത്തേക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുകയും എന്താണ് നമ്മൾ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് കണ്ടുപിടിക്കുകയും എന്താണ് തടസ്സങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുകയും ആ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുകയും കൃത്യമായി പഠിക്കുകയും അതിനുള്ള ടൂൾസ് എക്യുപ്മെന്റ്സ് നമ്മൾ നേടുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റമാണോ ആവശ്യപ്പെടുന്നത്, എന്താണോ നിങ്ങൾ ജീവിതത്തിൽ മാറേണ്ടത്, അതിനുള്ള വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ ഈസ്, കാരണം പലരും ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ആളുകൾ സംസാരിക്കുമ്പോഴും ആളുകൾ ഇടപഴകുമ്പോഴും ചാറ്റിങ്ങിലും എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, വാട്ട് ഇസ് ആഫ്റ്റർ ലോക്ക്ഡൌൺ? ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബിസിനസ്സിന് എന്ത് സംഭവിക്കും? ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ത് സംഭവിക്കും? അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ എന്ത് സംഭവിക്കും? അതേപോലെ തന്നെ പച്ചക്കറികൾ, അതേപോലെ തന്നെ സാധാരണ പലചരക്കടകൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഓരോരുത്തർക്കും ജോലിക്കാർക്ക് എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ ഈസ് ഒറ്റ വഴികളേ ഉള്ളൂ, ഡിസൈഡ് ഇറ്റ് യുവർസെൽഫ്. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള കാലാവധിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ഡിസൈൻ ഇറ്റ് യുവർസെൽഫ്. നിങ്ങളുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് യു പ്ലാൻ ഇറ്റ് നൗ സെൽഫ്. ഇപ്പൊ ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് പറ്റണം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ആൻഡ് ഏറ്റവും നല്ല ഒരു ജീവിതം ഒരു കെട്ടിപ്പടുക്കാൻ ഈ ലോക്ക്ഡൌൺ പീരീഡ് കഴിയുന്ന സമയത്തേക്ക് ഈ 10 ദിവസങ്ങൾ കൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതം എങ്ങനെ മാറണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യാനും തയ്യാറാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച JCI മലപ്പുറത്തിന്റെ എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ വിജയവും നേരുന്നു. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ലെറ്റ് us talk. Any confusion, any clarification, any doubts, you can